RSSകാരനായ ശ്രീ എമ്മിന് ഭൂമി വിട്ടുകൊടുത്തു പിണറായി വിജയൻ. ഗവൺമെന്റിന്റെ ഭൂമി, പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, ഈ രാജ്യത്തിന്റെ ഭൂമി ഇല്ലേ? എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രത്യേക ചാർജ് കൊടുത്ത് മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് ആക്കി നിങ്ങൾ മാറ്റി. ഇന്ത്യയിലെ ഈ പറയുന്ന CPM-കാരൻ. എന്നിട്ടോ കണ്ണൂരിലെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അത് സ്വർണ്ണവേട്ട, കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണം, കൊടകര BJP-യുടെ പണം പിടിച്ചാൽ അത് ഹലാലായ ഹവാല, മലപ്പുറത്ത് നിന്ന് ഹവാല പിടിച്ചാൽ അത് തീവ്രവാദ ഹവാല. നിങ്ങളാക്കിയതല്ലേ? ഞാൻ ചോദിക്കുന്നത്, മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ, ഇവിടെ മാട്ടൂലിൽ ലൈവ് മാട്ടൂലൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കുട്ടികളെ ജയിപ്പിച്ചാൽ അവർക്ക് അനുമോദനം, അവർക്ക് വലിയ സൗകര്യം. മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ കോപ്പി അടിച്ച് ജയിച്ചോര് ഇല്ലേ? CPM-കാരാ ലവ് ജിഹാദ് എന്ന ഒരു ടേം ഇന്ത്യയിലെ ഇസ്ലാമോഫോബിക്കിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ ഈ CPM-കാരാണ്. എത്രമാത്രം വലിയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ മെനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് പോയപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ CPM-ന്റെ ഒരു ജാഥ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നല്ല രസമുള്ള ഒരു മിലിറ്ററി ഗ്രീനാണ് അത് ചുമരിലുള്ളത്. പച്ചക്ക് എത്ര വേർഷൻ ഉണ്ട്. CPM-ന്റെ ജാഥയാണ് കേട്ടോ. അതിലൊരു നേതാവിൻ്റെ ഒരു അറുവഷളൻ ബോഡി ലാംഗ്വേജിൽ അയാൾ ചോദിക്കുകയാണ്, എടോ UDF ഇവിടെ ആരോടോ പച്ചടിച്ചത്? രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? ഇത് പാകിസ്ഥാനാക്കുകയാണോ? കാസർഗോഡ് പോലെ ഒരു സെൻസിറ്റീവ് പ്രദേശത്ത് പോയിട്ട് ഒരു CPM-കാരൻ്റെ ചോദ്യമാണ്. എടോ CPM-കാരാ, കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് നിങ്ങൾ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട്? ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എടോ നീ ഇത് ചൈനയാക്കാണ് റഷ്യയാക്കാണ്? എന്താ ചോദിക്കാത്തതെന്നറിയോ? നീ തിന്നുന്ന ചോറല്ല ഞങ്ങൾ തിന്നുന്നത് എന്നതുകൊണ്ടാണ്. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, എൻ്റെ തന്തയല്ല എൻ്റെ തന്താന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വൃത്തികേട് പറയുമ്പോഴുണ്ടല്ലോ. എടോ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കളറ് കാവ്യാണ്. അത് RSS-ഉം CPM തമ്മിലുള്ള ബന്ധമാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. പെയിൻ്റ് അടിച്ചിട്ടാണോ? അല്ലെങ്കിൽ പെയിൻറ്റിന് എന്താ കുറവ്? ഇപ്പം ചുമന്ന പെയിൻറ്റ്, എനിക്ക് ചുവപ്പ് കളർ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ആയിട്ട് ചുമന്ന കളറുണ്ട്. കളറല്ലടോ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ മാട്ടൂലൊരു പീടിയെ പോയിട്ട് പറയണം, ഒരു പച്ച പെയിൻ്റ് എടുക്കുക പറഞ്ഞാൽ പീഡിയക്കാരൻ നോക്കും, പിന്നെ തെച്ചങ്ങായി. കാരണം പച്ചക്ക് 56 വെർഷനിട്ടേ ഉണ്ട് ബർജർ പെയിൻറ്റിൽ. ഇനി അത് ഏഷ്യൻ പെയിൻറ്റിലാണെങ്കിൽ 100 ചില്ലാനുണ്ട്. എത്ര കളറുകളുണ്ട്? എത്ര കളറുണ്ടോ? ഈ കളറുകൾക്കൊക്കെ ഞാൻ കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്ത് സെൻട്രൽ ജയിൽ നന്നാക്കി. പിണറായി വിജയനാണ് നന്നാക്കിയത്. നന്നാക്കിയൊക്കെ ഉഷാറാക്കി. ഒരു ദിവസം കുട്ടികൾ മുഴുവൻ ഫോണാണ് എൻ്റെ. എന്താണ് ഷാജി സാഹിബേ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളല്ലേ ഇവിടുത്തെ MLA? അവരെ അതെ. പിന്നെ എന്താ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുഴുവൻ ചോപ്പടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവനാൻ്റെ തറവാടിന് അവനാൻ ഇഷ്ടപ്പെട്ട കളർ അടിക്കണതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതവരുടെ തറവാടല്ലേ? ഞാൻ ചോദിക്കുന്നത്, വൈകാരികമായി കുട്ടികൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊക്കെ ഒരു തമാശാക്കുക എന്നല്ലാതെ ഈ കളറിനൊക്കെ വർഗീയത കാണിക്കണോ? CPM-കാരാ, എന്തൊരു ഇസ്ലാമോഫോബിക്കാണോ നിങ്ങൾ? പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ വിഷജന്തു, തീവ്രവാദി. ഇത് തെരഞ്ഞെടുപ്പ് യോഗമാണ്, ചട്ടലംഘനാവും എന്നാ കേട്ടോ. ഞാൻ ഡേറ്റ് പറയാം, 2017 ഫെബ്രുവരി 9 SFIയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരെ കണ്ടാൽ തീവ്രവാദിയോ അപകടകാരിയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. M പ്രകാശൻ മാസ്റ്റർ. ഡേറ്റ് 2021 ഏപ്രിൽ 26. സിദ്ദിഖ് കാപ്പൻ വിഷയം. പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു അധ്യാപകൻ മാരകമായി പീഡിപ്പിച്ചു. വിഷയമായി, പോക്സോ കേസായി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന, അവരെന്താ പറയില്ല നിങ്ങൾ, ടീച്ചർ അമ്മ. ടീച്ചർ എന്നതിന്, ഗുരു എന്നതിന് വലിയ അർത്ഥമുണ്ട്. അമ്മയ്ക്ക് അതിലും വിശാലമായ അർത്ഥമുണ്ട്. ഈ രണ്ട് പേരിനും യോഗ്യയല്ല ശൈലജ. ആ ശൈലജ കേസൊതുക്കാൻ ശ്രമിച്ചു. പക്ഷേ വസ്തുതാപരമായി പറയണമല്ലോ, CPM-ന്റെ പ്രോസിക്യൂട്ടർമാർ പക്ഷെ അതിന് കൂട്ടുന്നില്ല. തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ചു. BJP-കാരൻ അറസ്റ്റിലായി. ആ സമയത്ത് CPM-ന്റെ ഹരീന്ദ്രൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ സ്റ്റേറ്റ്മെന്റ്? പ്രതി ഹിന്ദുവായതുകൊണ്ടാണോ ലീഗുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്? പീഡനത്തിനും ഹിന്ദു മുസ്ലിമൊക്കെ ഉണ്ടോ? പ്രതിക്കും ഹിന്ദു മുസ്ലിമൊക്കെ ഉണ്ടോ?
ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ആ പെൺകുഞ്ഞിന്റെ കരച്ചിലിന്റെ കൂടെ ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ഹരീന്ദ്രന്റെ വാക്ക് മദ്രസ അധ്യാപകന്മാരുടെ പീഡനത്തെ കുറിച്ച് ലീഗിന് എന്താ പറയും? ലീഗിന് എന്ത് പറയാൻ? മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച ഹലാലായ പീഡന? ഇത് എവിടുത്തെ ന്യായം? എടോ, മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ ആരാടോ കേസ് കൊടുക്കുന്നത്? കുഞ്ഞിന്റെ ഉമ്മയാണ്, ലോക്കൽ കമ്മിറ്റി അല്ല. അവിടെ മതമുണ്ടോ? അവിടെ ഉസ്താദുണ്ടോ? എന്തുമാത്രം വർഗീയതയാണ് CPM-കാരാ നിങ്ങൾ ഈ കാലയളവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഈ മാപ്പിള സഖാക്കളുടെ കാര്യമാണ്. അവരാണെങ്കിൽ കഷ്ടം ന്യായീകരിച്ച് ഒരു സാധു എന്നുള്ള ആത്മഹത്യ ചെയ്തു. എത്ര വെച്ചിട്ടാണ് ന്യായീകരിക്കുക? എത്രയെന്ന് വെച്ചിട്ടാണ് ന്യായീകരിക്കുക? എവിടേക്കാണ് നിങ്ങൾ ഈ നാടിനെ, ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മുടെ നാട് നമ്മൾ തന്നെ കുറച്ചാളുകളെ തിരഞ്ഞെടുത്ത് നമ്മുടെ സ്വത്തിനും അഭിമാനത്തിനും സ്വകാര്യതക്കും അന്തസ്സിനുമൊക്കെ അവരെ കാവൽ നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ സ്വത്തിന്, നമ്മുടെ ജീവിതത്തിന് സംരക്ഷണം നൽകേണ്ടവർ. നിർഭാഗ്യവശാൽ ഭരണകൂടം തന്നെ അപകടകരമായ അജണ്ടകൾ വെച്ച് പുലർത്തുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കോ എനിക്കോ, അതുമല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനോ, അതല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു ശക്തിക്കോ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടാവുക ഒരു അസ്വാഭാവികതയല്ല. അത്തരം അജണ്ടകളിൽ നിന്ന് നമ്മളെ പരിരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഈ രാജ്യത്തിനുണ്ടാവേണ്ടത്. പക്ഷേ രാജ്യം ഭരിക്കുന്നവർ തന്നെ ഹിഡൻ അജണ്ടകളുള്ളവരായാൽ, അവർ തന്നെ നമ്മളുടെ ജീവനും സ്വത്തിനും അപകടമായാൽ, അവർ തന്നെ നമ്മുടെ സ്വകാര്യതകളെ ലംഘിക്കാൻ മെനക്കെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി ഇന്ത്യയുടെ പാർലമെന്റ് പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. സഞ്ചാർ സൗദി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇനി നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഫോണിൽ ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതല്ല, ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതല്ല. നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നിങ്ങളുടെ ആപ്പിനകത്ത്, നിങ്ങളുടെ ഫോണിനകത്ത് ഇനി സഞ്ചാർ സാദി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാവും. ഫോണ് നിങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഒരു അവയവം പോലെ പ്രധാനമാണത്. കിടക്കാൻ പോകുമ്പോൾ തലയുടെ ഭാഗത്ത് വെക്കും, ബാത്റൂമിൽ അത് കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതകൾ മുഴുവൻ അവസാനിക്കുകയാണ്. നമ്മെ മോണിറ്റർ ചെയ്യുകയാണ് ഒരു ഭരണകൂടം. നമ്മളിൽ ചാരപ്പണിയെടുക്കുകയാണ്. ബാത്റൂമിൽ ഒളിക്യാമറ വെക്കുന്ന നരമ്പ് രോഗിയുടെ മനോഗതിയിലേക്ക് ഒരു രാജ്യം പോവുകയാണ്. എത്രമേൽ അപകടകരമായിട്ടുള്ള കാര്യമാണിത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ പാർലമെന്റിൽ വഖഫ് ബില്ല് വന്നു. ആ ബില്ല് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ എന്തനുകൂലം പറഞ്ഞാലും നിങ്ങൾ ഈ രാജ്യത്തുള്ള മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൻ്റെ നിഴലിലുള്ള ഒരു ഭരണകൂടമാണ്. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെയായിട്ട് നമ്മളെല്ലാവരും ഉമീദ് പോർട്ടലിൻ്റെ മുമ്പിലാണ്. നിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ ഇന്ന ദിവസത്തിനകം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്നലെ രാത്രിയിൽ നട്ടപ്പാതിരക്കൊക്കെ എന്നെ ആളുകൾ വിളിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഈ നാട്ടിലുള്ള വഖഫ് സ്വത്തൊന്ന് ഉമീദ് പോർട്ടലിൽ കയറ്റാൻ നോക്കൂ. സാധിക്കുന്നില്ല. നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്ത് കാത്തിരിക്കും, OTP വരും. OTP ആഡ് ചെയ്യണമെങ്കിൽ ഫയൽ മൂവ് ആവണ്ടേ? ആവൂല. OTP എക്സ്പയർ ആവും. ഈ മാട്ടൂലിലുള്ള ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ പോരെ? അക്ഷയ സെന്ററിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മൈനോറിറ്റിയുടെ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറയുക, എന്നിട്ട് കള്ളക്കളി കളിക്കുക ഒരു ഭാഗത്ത്.
കേരളത്തിലെ വഖഫ് ബോർഡ് നിരുത്തരവാദപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിലും. ഇന്നലെ വരെ കേരളത്തിലെ 20% സ്വത്തുക്കൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അപകടകരമായ ഒരു കളിയിലേക്ക് പതുക്കെ പതുക്കെ ഭരണകൂടം ഒരു സമൂഹത്തെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ആസാമാണ്. ആസാം മാട്ടൂലിൽ ആപ്റ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. മാട്ടൂലുകാർ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ആസാം. ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ ഫ്ലൈ ചെയ്താലേ ആസാമിലെത്തൂ. പക്ഷേ ആസാമിന് കേരളവുമായി ഒരുപാട് സമാനതകളുണ്ട്. എന്താ സമാനതകൾ എന്നറിയോ? കേരളത്തിൻ്റെ ജനസംഖ്യാനുപാതിക ക്രമം ആസാമിലേതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പൊതു മൈനോറിറ്റി ആസാമിൽ മെജോറിറ്റിയാണ്, കേരളത്തിൽ മെജോറിറ്റിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJP വരില്ല എന്ന് വലിയ അഹങ്കാരത്തിൽ നമ്മൾ പറയുന്നത്. 1-2 സീറ്റ് ഭരിക്കൂല. എന്നാൽ അങ്ങനെ പറയേണ്ട സ്റ്റേറ്റാണ് ആസാം. ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ ബ്ലോക്കുകളാക്കി നിർത്തി അതിനിടയിലുള്ള BJP അവിടെ ഭരിക്കുകയാണ്. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്നവരില്ലേ, അവരെ കൂടി ചേർത്താ ഞാനിത് പറയണത്. അവരറിയാൻ കൂടിയായി പറയണത്. നിങ്ങൾ ഈ കൂട്ടായ്മയെ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയാൻ ആസാമിൽ പോയി പഠിക്ക്. ഒരു മൈനോറിറ്റി സ്റ്റേറ്റായ ആസാം BJP ഭരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പൗരത്വ പ്രശ്നം ആസാമിലാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്റെ പൗരത്വം നഷ്ടപ്പെട്ടു ആസാമില് ഇപ്പോഴും വരെ. എന്നാൽ അതിനിടയിൽ വന്നിട്ടുള്ള ചില കോടതി വിധികളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒന്ന് മൗസുനി ഖാത്തൂൺ കേസാണ്. മൗസുനി ഖാത്തൂൺ ഒരു മുസ്ലിം സ്ത്രീയാണ്. ആസാമിലെ ബാർപേട്ട FTയിൽ 2019-2020 നമ്പർ. FT എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രിബ്യൂണൽ. ആ ഫോറിൻ ട്രിബ്യൂണലിൽ മൗസുനി ഖാത്തൂണിന്റെ പൗരത്വം നിഷേധിക്കപ്പെട്ടു. ആ സ്ത്രീ എല്ലാ തെളിവുകളും ഹാജരാക്കി. എന്നിട്ടും FT പറഞ്ഞു പൗരയല്ല. എന്നാൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഗുവാഹത്തി ഹൈക്കോടതിയിൽ മൗസുനി ഖാത്തൂൺ പോവുകയും കോടതിയെ ചില തെളിവുകൾ ബോധ്യപ്പെടുത്തുകയും ആ തെളിവുകളിൽ സുപ്രധാനമായ തെളിവ് 966 വോട്ടർ ID-യും 971 വോട്ട് ചെയ്ത രേഖയുമാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി കഴിഞ്ഞ ആഴ്ച വന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ളത്, വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ രാജ്യത്തിലെ പൗരൻ എന്നതിന്റെ തെളിവാണ്. ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയുന്നത് രൂപാലി ദാസ് കേസാണ്. രൂപാലി ദാസ് കേസ് സോണിത്പൂർ 2018 FT ആണ്. സോണിത്പൂർ എന്ന ഹിന്ദു സ്ത്രീയുടെയും പൗരത്വം പോയി. അവർ ഹാജരാക്കിയത് അവരുടെ മുതുമുത്തച്ഛൻ വോട്ടർ പട്ടികയിലുള്ളത്, അവരുടെ അച്ഛൻ 71 വോട്ട് ചെയ്തത്. കോടതി പറഞ്ഞു നിങ്ങൾ പൗരയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് 11-ാം തീയതി നടക്കുന്ന വോട്ടിൽ നിങ്ങൾ നസീർ കയെ ജയിപ്പിക്കാനും വേറെ ചില ആളുകളെ തോൽപ്പിക്കാനുമുള്ള വോട്ടല്ലാതെ ആ വോട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അടയാളപ്പെടുത്താനുള്ള വോട്ടാണ്. നിങ്ങൾ ഈ രാജ്യത്തിലെ പൗരൻ എന്ന നിലക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. അതുകൊണ്ട് വോട്ടിനെ നിസ്സാരമായി കാണരുത്. സ്വദേശത്തുള്ളവർ, വിദേശത്തുള്ളവർ, അവിടെയും ഇവിടെയും ഒക്കെ പ്രവാസിയായി കഴിയുന്നവർ, ബന്ധുക്കളാവാം, അയൽക്കാരാവാം, സുഹൃത്തുക്കളാവാം, എല്ലാവരോടും പറയണം, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനല്ല നിങ്ങൾ ഈ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ അതീവ ഗൗരവത്തോടെ നിങ്ങൾ കാണണമെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വളരെ പ്രൗഢമായി ഒരു പഞ്ചായത്ത് നിങ്ങൾ ഭരിച്ചു. UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരിച്ചു. ആ പഞ്ചായത്തിന് ഒരു മികവുറ്റ നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭരിക്കാൻ ഇതിനെക്കുറിച്ച് പറയാൻ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കാസർഗോഡായിരുന്നു, ഇന്നലെ കോഴിക്കോട്, മലപ്പുറം ജില്ലയിലായിരുന്നു, പാലക്കാട്, അങ്ങനെ സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോവാണ്.
ഈ മാട്ടൂലിനെ പോലെ ഈ ഗ്രാമത്തിൽ കാണുന്നത് പോലെ വമ്പിച്ച ആൾക്കൂട്ടങ്ങൾ എല്ലായിടത്തുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു ആവേശമാണ്. ഗ്രാമങ്ങളുടെ ഒരു അവകാശങ്ങളിലേക്ക് അവർക്ക് സ്വാധീനമുണ്ടാവുകയാണ്. സത്യത്തിൽ ഈ ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാണ് പഞ്ചായത്തുകൾക്ക് കുറേയൊക്കെ അധികാരങ്ങൾ വന്നത്. ഗാന്ധിജി നെഹ്റുവിനോട് പറയുന്നുണ്ട്, ഡൽഹിയിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഗുണപരമായി എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തു വികസനമാണ്? അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു. പഞ്ചായത്തുകളിൽ അതിൽ അഭിമാനമുള്ള കാര്യം എന്താ അറിയോ നിങ്ങള്? രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പഞ്ചായത്ത് രാജ് ബില്ല് കൊണ്ടുവന്നു. CPM അത് അടക്കമുള്ളവർ തോൽപ്പിച്ചു. പിന്നെയും കോൺഗ്രസ് അത് കൊണ്ടുവന്നു. കേരളത്തിലെ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബില്ല് മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ നേതാവ് CT അഹമ്മദ് അലി സാഹിബ് അവതരിപ്പിച്ച പഞ്ചായത്ത് രാജ് ബില്ലാണ്. ചെർക്കോളം അബ്ദുള്ള സാഹിബ് വരുമ്പോ പഞ്ചായത്തിലെ കുടുംബശ്രീക്ക് കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും വരുത്തിച്ചു. ഡോക്ടർ മുനീറ വകുപ്പ് ഏറ്റെടുക്കുമ്പോ കുടുംബശ്രീയെ ഒരു നിർവഹണ ഏജൻസിയായി കൊണ്ടുവന്നു. നമ്മളതൊക്കെ കൊണ്ടുവന്നു. പഞ്ചായത്തിൽ അതിനുശേഷം എന്തായി എന്ന് വെച്ചാൽ മെമ്പർമാർക്കൊക്കെ ഒരു ഉഷാറ് കൂടി. ഞാനിത് പറയാൻ കാര്യം, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മെമ്പർമാർക്കൊക്കെ ഒരു ഓതാറ് കൂടുക എന്ന് പറയില്ലേ, ഒരു ഉഷാർ. ഇവിടെ ഗ്രാമപ്രദേശത്ത് ഒരു LP സ്കൂളിൽ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ അതിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അവിടുത്തെ മെമ്പർ പോയിരിക്കണം. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അങ്ങനെ ഒന്നുണ്ടോ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റിലെ ഇവിടെ ഇരിക്കണ ടീച്ചർ പറയട്ടെ, ഈ മാട്ടൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളുടെ ഒരു ബീവറേജസ് ഔട്ട്ലെറ്റ് വന്നാൽ ആ ഔട്ട്ലെറ്റ് ഇവിടെ പാടില്ല. ഇവിടെ പള്ളിയുണ്ട്, ഇവിടെ അമ്പലമുണ്ട്, ഇവിടെ ചർച്ചുണ്ട്, സ്കൂളുണ്ട് എന്ന് പറയാൻ ഈ പഞ്ചായത്തിന് അധികാരമുണ്ടോ? ഈ പഞ്ചായത്തിന് അധികാരമുണ്ടോ? ഒരു കള്ള് ഷാപ്പ്, ഒരു ചാരായ ഷാപ്പ് ഈ പഞ്ചായത്തിന് വേണ്ടെന്ന് പറയാൻ അധികാരമില്ലെങ്കിൽ, പറയാൻ അധികാരമില്ലെങ്കിൽ പിന്നെ എന്ത് കോപ്പിലെ ഭരണമാണ് ഈ ജനകീയാസൂത്രണം അല്ലെങ്കിൽ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? എന്ത് അധികാരമാണ്? ഒരു മാലിന്യ പ്ലാന്റ് വന്നാൽ വേണ്ടെന്ന് പറയാൻ പറ്റാത്ത പഞ്ചായത്ത്, ഒരു ക്വാറി പൊട്ടിക്കുമ്പോൾ അത് നാട്ടിൽ അപകടം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റാത്ത പഞ്ചായത്ത് എന്ന അധികാരം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ആ അധികാരം എടുത്തു കളഞ്ഞത്. എന്തിന്? സർവ്വവ്യാപിയായി കള്ളു ഷാപ്പ് കൊണ്ടുവരാൻ, ഇവിടുത്തെ മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ. സ്നേഹമുള്ളവരെ, സഖാവ് പിണറായി വിജയൻ എന്തെല്ലാം പണിയുണ്ട്. ഈ മന്ത്രിമാരുടെ മുഴുവൻ പണി അയാൾ എടുക്കണം. അയാൾ ഒറ്റക്കെടുക്കണത്. മന്ത്രിമാർക്കൊന്നും ഒരു പണിയുമില്ല. മക്കൾക്ക് വരുന്ന സമൻസ് വായിച്ച് തീർക്കണത്തന്നെ അതിന് തന്നെ സമയം വേണം. ആജാതി സമൻസ് വരികയാണ്. അതിനിടയിൽ ഈ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? 4 മിഷൻ ഉണ്ടാക്കി, ബട്ട് നോ മിഷൻ, നോ വിഷൻ, ഓൺലി മിഷൻ. 4 എണ്ണം. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് ഭരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 4 എണ്ണം. ആർദ്ര മിഷൻ, ഹരിത കേരളം മിഷൻ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മിഷൻ, പിന്നെ എന്താണ് ലൈഫ് മിഷൻ. അതിന്റെ മറവിൽ കോടികൾ ഉണ്ടാക്കി. പഞ്ചായത്തിന്റെ അധികാരം പോയി. ഗ്രാമസഭകൾ നിശബ്ദമായി. ഗ്രാമത്തിന്റെ ഊർജ്ജസ്വലത കളഞ്ഞു. പ്ലാൻ ഫണ്ടുകൾക്ക് ടാഗ് വന്നു. ഇന്ന ഹെഡിലെ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന വന്നു. തകർത്തു കളഞ്ഞു പഞ്ചായത്തുകളെ. ഇപ്പോഴും അങ്ങനെയാണ്. അധികാരത്തെ മുഴുവൻ സെൻട്രലൈസ് ചെയ്തു. UDF പറയുന്നത് ഞങ്ങളത് തിരിച്ചു കൊടുക്കുമെന്നാണ്. കൊടുത്തേ മതിയാവൂ. കാര്യമെന്ത്? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് UDF. ഗ്രാമസ്വരാജ് ഈ രാഷ്ട്രപിതാവിന്റെ സ്വപ്നമാണ്. അധികാരത്തെ സെൻട്രലൈസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയുമാണ്. കേരളത്തില് നിങ്ങളെ പഞ്ചായത്തിലടക്കം ഞാൻ ചോദിക്കട്ടെ, ഈ സഞ്ജു തൂക്കി വന്നിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനില്ലേ? 5-8 കൊല്ലമായിട്ട് അവരവിടെ കാണാത്തത്. സാധുക്കളാണ്, കുറെ ആത്മാർത്ഥമുള്ള ആളുകൾ പരിഷത്തിലുണ്ട്. എന്താ വരത്തതറിയോ? അവർക്കറിയാം പഞ്ചായത്തിന് പ്രത്യേകിച്ച് നിർവഹിക്കാൻ കഴിയുന്ന പലതിനെയും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. EMS എന്ത് വിയോജിപ്പുകൾ പറഞ്ഞാലും ജനകീയാസൂത്രണ രീതികളോട് താല്പര്യം കാണിച്ചിരുന്ന ഒരു നേതാവാണ്.
EMS കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന CPM പടായി ഒന്നും ഞങ്ങൾ വിശ്വസിക്കണില്ല. അദ്ദേഹം ഒരു കൊള്ളാവുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു EMS. നായനാർ CPM-ന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരന് ചിരിക്കാൻ അറിയാം എന്ന് മനസ്സിലായത് നായനാർ വന്നപ്പോഴാണ്. കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മാനുഷിക മുഖമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായത് അയാൾ വന്നപ്പോഴാണ്. നായനാര് ആ സൗമ്യമായ ചിരി പോലെ തന്നെ നിഷ്കളങ്കമായ ജീവിതം ജീവിച്ചു തീർത്ത ആളാണ്. VS അച്യുതാനന്ദൻ വന്നു. VS ഒരു പോരാളിയാണ്. കർഷകർക്കിടയിൽ നിന്ന് വന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയാവാൻ VS ചെയ്തത് എന്തെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ എല്ലാ സമരമുഖങ്ങളിലും VS പോയി. മലമടക്കുകൾ കയറി, ആദിവാസി കുടിലുകളിൽ പോയി, എല്ലാവരോടും സംസാരിച്ച് സംവദിച്ച് പടിപടിയായാണ് ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ്. ഒരുപാട് വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും VS ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല. VS സ്വന്തം മകനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് CBIക്ക് കത്തെഴുതി. പിണറായി വിജയൻ കത്തെഴുതുമോ? CBIക്ക് വേണ്ട, മാട്ടൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹെഡ് കോൺസ്റ്റബിളിന് കത്തെഴുതുമോ? എൻ്റെ മോനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവോ? VS എഴുതി. എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത് എങ്ങനെയെന്ന് സഖാക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ വന്നതാ? അല്ല. കൃത്യമായ പ്ലാനിങ് എല്ലാം ഒരു കൂട്ടി വെച്ചു. ആദ്യം ചെയ്തത് തകരാത്ത ഇമേജുമായി ജീവിച്ച ഒരു മനുഷ്യൻ, പാവങ്ങളുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ. ഈ മാട്ടൂർ സാക്ഷിയാണ്, കണ്ണൂർ സാക്ഷിയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ, കാതു കേൾക്കാതെ സങ്കടപ്പെടുന്നവരെ, സംസാരിക്കാൻ വയ്യാത്തവരെ, എല്ലാ ദുർബല വിഭാഗങ്ങളെയും അഡ്രസ് ചെയ്ത് അവരെ ചേർത്തു പിടിച്ച് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ആ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ ഇകഴ്ത്താൻ പറയാൻ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് സുപരിചിതമല്ലാത്ത വ്യക്തിവേട്ട നടത്തിയത് സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അത് ചെയ്തു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി ഒരു ജാഥ നടത്തി. ആ ജാഥയിലാണ് മലയാള ഭാഷയിൽ പൗരപ്രമുഖൻ എന്ന ഒരു ടേം ഉണ്ടാവുന്നത്. ആരാ പൗരപ്രമുഖൻ? നാട്ടിലെ കച്ചവടക്കാര്, പൈസക്കാര്, ധനാഢ്യന്മാര്, കോറി മുതലാളിമാര്, അബ്കാരികള്, പ്രവാസികള്, എല്ലാവരെയും പിണറായി കണ്ടു. കർഷകനെ കണ്ടോ? VS പോയ പോലെ മലമടക്കുകൾ കയറിയോ? സമരമുഖങ്ങളിൽ പോയോ? ഈ സമ്പന്ന വർഗത്തെ വെച്ച് പിണറായി ഒരു വലിയ നിരയെ ഉണ്ടാക്കി. ഒരു വലിയ നിര. പണമെറിയാൻ സമ്പന്നന്മാർ, കൊന്നുതള്ളാൻ ഗുണ്ടകൾ, സ്തുതി പാടാൻ മീഡിയകൾ, പാട്ടി പിടിക്കാൻ ഇടത്തട്ടുകാർ, കള്ള മുതൽ ഒളിപ്പിക്കാൻ ഊരാലുങ്കൽ പോലെയുള്ള സംവിധാനങ്ങൾ, സ്വദേശത്തും വിദേശത്തും വലിയ ബൂർഷ്വാ ബന്ധങ്ങൾ, ഡൽഹിയിൽ കേസുവാദിക്കാൻ വില കൂടിയ വക്കീലന്മാരുടെ പാനൽ, പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് അവിഹിതമായി പലതും വാങ്ങാൻ ഇടനിലക്കാരനാവാൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ചെരുപ്പ് നക്കികളായ MP-മാർ, എല്ലാവരെയും ഉണ്ടാക്കി ഒരു മാഫിയ സംഘം പോലെ പട്ടിയായി എല്ലാം ഒരുക്കി വെച്ചാണ് പിണറായി വിജയൻ ഇക്കണ്ട കാലം കേരളം ഭരിച്ചത്. എല്ലാവരെയും. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത് എന്ന് ഒരു സഖാവ് പറഞ്ഞേ? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. പശ്ചിമ ബംഗാളിന്റെ അവസാന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയുമാണ്. മനാത്തുമാല സാഹിബ് ലീഗിന്റെ അധ്യക്ഷനാണ്. കൽക്കത്തയുടെ തെരുവുകൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ലിയുടെ ഗ്രാമങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ നെല്ലി ഗ്രാമങ്ങളിൽ കണ്ടത് എനിക്കിപ്പോഴും മറക്കാനാവില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉഗ്രപ്രതാപിയാണ്. പക്ഷെ അവസാന നാളുകളാണ്. ഗുണ്ടകൾ തെരുവിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരിടമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ഈ സഖാക്കളെ ബംഗാളിന്റെ തെരുവിൽ നിന്ന് ആട്ടി ഓടിച്ചു. സഖാവേ, അവസാന നാളുകളിൽ ബംഗാളിൽ കണ്ട കാഴ്ചയാണ് ഈ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങളെ കുറിച്ച് കാണുന്ന കാഴ്ച. എല്ലാം തീർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റും ഇല്ല, മാർക്സിസ്റ്റും ഇല്ല. ഞങ്ങൾ കോഴിക്കോട്ടുകാര് മുതലക്കുളം മൈതാനി എന്ന് പറയും. നിങ്ങളായിരിക്കും അവിടെ എന്തോ കുഴപ്പമാണ്. അവിടെ മുതലേ ഇല്ല, അവിടെ കുളവും ഇല്ല. അതുപോലെയാണ് ഇപ്പൊ CPM. കമ്മ്യൂണിസ്റ്റും ഇല്ല, മാർക്സിസ്റ്റും ഇല്ലാത്ത കള്ളന്മാരുടെ പാർട്ടിയാണ്. കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ ചെറിയ കള്ളന്മാരല്ല.
പിണറായി വിജയന്റെ വീട്ടിൽ മുഴുവൻ കള്ളന്മാരാണ്. മകളുടെ പേരിൽ കളവ് അല്ലേ, അഴിമതി. മകന്റെ പേരിൽ അഴിമതി, മകന്റെ അമ്മോഷന്റെ പേരിൽ അഴിമതി. ബാപ്പ നേരത്തെ അടിച്ചു മാറ്റുന്ന ആള് ഇല്ലേ? മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന ശിവശങ്കരൻ ജയിലില്, ഇടം കൈയായിരുന്ന പത്മകുമാർ ജയിലില്, ഇടത്തും വലത്തും നിന്ന് വാസു ജയിലില്. കഴിഞ്ഞ നിയമസഭയിൽ ഞാനുണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകയും വിദൂഷകയുമായ ആരോഗ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ചതാണ്. ഈ കപ്പലിൽ തകരില്ല സാർ, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ. ശരിയാണ്, സകലമാന കള്ളന്മാരും കയറിയ ഈ കപ്പലിന് പെരുങ്കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് ഒരു കാവലാളാവേണ്ടത്, ഒരു കപ്പിത്താനാവേണ്ടത്. സംശയമില്ലാത്ത കാര്യമാണ്. എവിടെയാണ് ഒരു പാർട്ടി പോയി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്തെല്ലാം ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്, അത്ഭുതം തോന്നും. ഞാൻ കഴിഞ്ഞ നമുക്കറിയാലോ ഫലസ്തീൻ വിഷയത്തിൽ എറണാകുളത്ത് നമ്മളൊക്കെ പോയവരാണ്. ഫലസ്തീൻ്റെ അംബാസഡർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ യാസർ അറഫാത്തിൻ്റെ സുഹൃത്തായിരുന്നു നിങ്ങളുടെ നേതാവ് ഈ അഹമ്മദ് സാഹിബ് എന്ന്. വിജൃംഭിച്ചു പോയ, രോമം എഴുന്നു നിന്നുപോയ മുഹൂർത്തമായിരുന്നു അത്. ഈ അഹമ്മദ് സാഹിബ് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ലീഗുകാർക്ക് അതെത്ര സന്തോഷമാണ്. എന്നിട്ടാണ് ലീഗിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള, ഇപ്പോൾ ലീഗിനോളം മാത്രം ചെറുപ്പവുമുള്ള ഒരു പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ടായത്. ജ്യോതി ബസു പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞു. അന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് എന്താ തീരുമാനിച്ചെന്നറിയോ? ഏയ്, ബൂർഷ്വാ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ഒരു ഗവൺമെന്റില് ഞങ്ങൾ നിൽക്കില്ല. പുറങ്കാല് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ചവിട്ടിത്തെറിപ്പിച്ചു. സഖാവേ, ആ പാർട്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന PMC പദ്ധതിയിൽ തൻ്റെ 2 മക്കളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ കൊണ്ടുപോയി ഒപ്പുവെച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. PMC ഒരു ചെറിയ വിഷയമല്ല. നമ്മളുടെ മക്കളിലെ മനസ്സിലേക്ക് വിഷം ഇറക്കുന്ന പാഠ്യപദ്ധതിയാണ്. ആ പുസ്തകത്തിൽ നെഹ്റുവില്ല, ആ പുസ്തകത്തിൽ ഗാന്ധിജിയില്ല. അവിടെ ഉള്ളത് സവർക്കറും ഗോൾവാൾക്കറുമാണ്. അവരെയാണോ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്? ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇടനിലക്കാരൻ ഒത്തുചേർന്നാണ് ഇത് ഒപ്പുവെച്ചത് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിന് സ്ഥായിയായ ഒരു പൊട്ടത്തരമുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ സത്യം പറയും. പത്രക്കാർ ചോദിച്ചു, എന്തിനാണ് PFCയിൽ ഒപ്പുവെച്ചത്? അയാൾ പറഞ്ഞു, മക്കളെ ഓർത്താണ്. ദേശാഭിമാനി ഹെഡിങ് കൊടുത്തു, മക്കളെ ഓർത്താണ് PMCയിൽ. സഖാക്കൾ രോമാഞ്ച കുഞ്ചുകരായി. കാര്യം എന്താണ്? മക്കളെ ഓർത്തിട്ട്. സഖാക്കൾ നിങ്ങളെ മക്കളല്ല, പിണറായിൻ്റെ മക്കളെ ഓർത്തിട്ടാണ് അതിൽ ഒപ്പുവെച്ചത്. അല്ല മക്കൾ ജയിലിലായി പോകും. ഞാൻ ചോദിക്കണത്, ആ PMC പോലെ ഒരു അപകടം, ഒരൊറ്റ ചോദ്യം ഞാൻ മാറ്റൂല. പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ, ഞാനിങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ ആലോചിക്കുകയായിരുന്നു, എത്ര ചെറുപ്പക്കാരാണ്. വലിയ സന്തോഷമാണ് ഈ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. നിങ്ങളുടെ ഈ മുന്നേറ്റത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ അവരെ കാണുമ്പോൾ ആലോചിച്ചു, നിങ്ങൾ വിദ്യാസമ്പന്നരായ ആൾക്കൂട്ടം. ഞാൻ നിങ്ങളോട് പറയട്ടെ, തമാശയുള്ള രാഷ്ട്രീയമൊന്നല്ല, സീരിയസ് ആയ ഒരു കാര്യം. ഏത് വിഷയത്തിലാണ് RSSനോട് BJP ഗവൺമെന്റിനോട് CPM വിയോജിപ്പ് പറഞ്ഞത് എന്ന് അക്കാഡമിക്കലായിട്ട് നിങ്ങളൊന്ന് എനിക്ക് മറുപടി പറഞ്ഞു തരുമോ? കേരളത്തിന് പ്രത്യേകിച്ചും ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് GST. മൻമോഹൻ സിംഗ് പറഞ്ഞു, അരുത്, നിങ്ങൾ എന്ത് BJP ആയിക്കോ, നോട്ട് നിരോധനം തകർത്ത് കളഞ്ഞില്ലേ രാജ്യത്തെ? ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ GST തകർക്കും. കേട്ടില്ല, കൊണ്ടുവന്നു. എന്നാൽ BJP ഇതര ഒരേ ഒരു സ്റ്റേറ്റ്, BJP അല്ലാത്ത GSTയെ ആദ്യം സ്വാഗതം ചെയ്തത് കേരളമാണ്. പിണറായി വിജയനാണ്, തോമസ് ഐസക്കാണ്. 10 കൊല്ലം വന്നു BJPക്ക് ബുദ്ധി വരാൻ. GST പിൻവലിച്ചപ്പോൾ അരുതായിരുന്നു എന്ന വാക്ക് പറഞ്ഞ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് BJP സ്റ്റേറ്റ് പോലും പറഞ്ഞില്ല. അത് പിണറായി വിജയന്റെ ഈ കേരളമാണ്. ഇനി സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പെട്രോളിന് ഭയങ്കര വിലയാണല്ലോ. അപ്പൊ പറയും മോദിനെ കൊണ്ടുള്ള അലമ്പാണ്.
മോദി മാത്രമാണോ? നമ്മൾ കൊടുക്കുന്ന പെട്രോളിന്റെ വില നിങ്ങൾക്ക് അറിയോ? ബാരലിന്, ക്രൂഡ് ഓയിലിന് $120 ഉള്ള സമയത്തെ വിലയാണ് ഇന്നലെ ക്രൂഡ് ഓയിലിന്റെ വില $55 നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പറയും മോദി വില കൂട്ടുകയാണ്. ഞാൻ മെനഞ്ഞാന്ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഡ്രൈവർ ചോദിച്ചു എത്ര സമയം ഉണ്ടാവും ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. അത് എനിക്ക് 1/2 മണിക്കൂർ മതി. ഒരു 20 മിനിറ്റ് കൊണ്ട് അവൻ മംഗലാപുരത്ത് പോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വന്നു. എന്താ മംഗലാപുരത്ത് പോകാൻ കാര്യം എന്ന് അറിയുങ്ങൾ? മംഗലാപുരത്ത് പെട്രോളിന് നിങ്ങൾക്കൊക്കെ അറിയാം, പെട്രോളിന് ലിറ്ററിന് കേരളത്തെക്കാൾ 7 രൂപ കുറവാണ്, ഡീസലിന് 8 രൂപ കുറവാണ്. മംഗലാപുരം എവിടെയാണ്? കർണാടകയിലാണ്. അപ്പൊ കർണാടകയുടെ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് മുഹമ്മദ അല്ല, പിണറായി എന്താ നരേന്ദ്രമോദിയാണ്. തമിഴ്നാട്ടിൽ ഡീസലിന് 8 രൂപ കുറവാണ്. അവരുടെ പ്രധാനമന്ത്രിയോ? അതും നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെന്താ പിണറായി വിജയൻ കേരളത്തിൽ 8 രൂപ കൂടുതൽ? നരേന്ദ്രമോദി കൂട്ടും, തമിഴ്നാട് കുറക്കും. നരേന്ദ്രമോദി കൂട്ടും, കർണാടക കുറക്കും. നരേന്ദ്രമോദി കൂട്ടും, പിണറായി വിജയൻ പിന്നെയും കൂട്ടും, മൂപ്പരാഗിയും കൂട്ടും, അയാളും കൂട്ടും, ഒരേപോലെ കൂട്ടും. ഇനി പെട്രോള്, രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ. ലോകത്ത് എവിടെ ഇല്ലാത്ത വിലയല്ലേ നിങ്ങൾ പെട്രോളിന് കൊടുക്കുന്നത്? ഇപ്പം ഞാൻ വരുമ്പോൾ കണ്ടു മുമ്പിലും ബാക്കിലൊക്കെ മോട്ടോർ സൈക്കിളാണ്. നമ്മളുടെ കുട്ടികളുടെ ഒരു ആയുധമാണ് മോട്ടോർ സൈക്കിള്. അവർ ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എങ്ങനെയെങ്കിലും 1 ലിറ്ററൊക്കെ അടിക്കുക. ആ അടിക്കുന്ന 1 ലിറ്റർ പെട്രോളിൽ 20% എത്തനോളാണ്. ഞാനിത് തമാശ പറയണതല്ല. നിങ്ങൾ വണ്ടി കമ്പനിയിൽ പോയി ചോദിക്ക്, എഞ്ചിനീയറോട് ചോദിക്ക്, മെക്കാനിക്കിനോട് ചോദിക്ക്, എത്തനോൾ കലർന്ന പെട്രോൾ എഞ്ചിന് ഗുണമാണോ ദോഷമാണോ? ഈ അടുത്ത് 2025 ഇറങ്ങിയ വണ്ടികളല്ലാത്ത എല്ലാ വണ്ടികൾക്കും എത്തനോൾ അപകടമാണ്. ഏതെങ്കിലും സഖാവ് പറഞ്ഞോ? പിണറായി പറഞ്ഞോ? ഈ മായം കലർത്തിയ പെട്രോളിന്റെ വില കൂട്ടാൻ സമ്മതിക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഇനി ഈ എത്തനോൾ കലർന്ന പെട്രോൾ ആരാ ചെയ്യുന്നതെന്നറിയോ? ചെയ്യുന്നത് പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും അരുമ സുഹൃത്തായ നിതിൻ ഗഡ്കരി. അവരാണ്, നിതിൻ ഗഡ്കരിയാണ്. BJPയുടെ ഒരു വലിയ അജണ്ടയെ രാഹുൽ ഗാന്ധി പൊളിച്ചു. വോട്ട് ചോരി കണ്ടുപിടിച്ചത് ഈ സഖാക്കളല്ലേ? ഈ കള്ള വോട്ടും മരിച്ചോല് വന്ന് വോട്ട് ചെയ്യലും ഇല്ലാത്ത വോട്ട് ചെയ്യലും BJPയുടെ ഏതു നിലപാടാണ് നിങ്ങൾ? ഇനി മൂന്നാമത്തെ കാര്യം, ഇസ്ലാമോഫോബിയ. BJP ഇസ്ലാമോഫോബിയ പറയും. അതൊരു സയൻസാണ്. കാരണം ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണ്. അതുകൊണ്ട് വർഗീയത പറഞ്ഞ് വോട്ടുണ്ടാക്കൽ BJPയുടെ ലക്ഷ്യമാണ്. അവർ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കണം, പറയണം. പക്ഷെ CPM നിങ്ങൾ എന്തിനാ പറയണത്? ഞാൻ വയനാട്ടിൽ നിന്ന് കണ്ണൂർ അഴീക്കോടേക്ക് മത്സരിക്കാൻ വന്നു. എന്നെ P. ജയരാജൻ സ്വാഗതം ചെയ്തത് ചുരമിറങ്ങി വന്ന താലിബാൻ എന്ന് പറഞ്ഞിട്ടാണ്. താലിബാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു മുസ്ലിം റിപ്പോർട്ടറോട് CPMന്റെ അഡ്വക്കേറ്റ് അനിൽ പറയാണ്, എടോ താനൊരു താലിബാനാണ്. താലിബാൻ എന്ന ടേം എങ്ങനെ ഉണ്ടായത്? അതൊരു ഇസ്ലാമോഫോബിക് ടേമാണ്. എങ്ങനെ ഉണ്ടായത്? അമേരിക്ക അഫ്ഗാനെ ആക്രമിച്ചു. അഫ്ഗാനിലെ പ്രതിരോധം തീർത്തത് താലിബാനാണ്. താലിബാൻ എന്നത് ലോകത്തിൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ അമേരിക്ക കണ്ടുപിടിച്ച ഒരു ഇസ്ലാമിക് ടേമാണ്. ആ ടേം എങ്ങനെ CPM എടുക്കുന്നത്? എടോ CPMകാരാ, ഇടക്കിടക്ക് ദേശാഭിമാനം ഇല്ലാത്ത പത്രവും വായിക്കണം, കൈരളി അല്ലാത്ത ചാനലും കാണണം. ഈ താലിബാന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പം നിനക്കറിയോ? താലിബാനെ കഴിഞ്ഞ ആഴ്ച ഒരു മന്ത്രിനെ നമ്മളെ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് കണ്ടിട്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ഏതാണെന്നറിയാം? മന്ത്രി അഫ്ഗാന്റെ മന്ത്രിയാണ്, താലിബാന്റെ മന്ത്രിയാണ്. ഇപ്പൊ ഞാൻ ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിമാണ്. ഇപ്പൊ നസീർക്കൊക്കെ വേക്കലുണ്ട്. നമ്മളൊക്കെ നിങ്ങൾ കാണുന്ന എങ്ങനെയല്ലേ? എടോ ആ താലിബാന്റെ മന്ത്രിനെ കാണണം, മുട്ടുവരെ താടിയാണ്. ഒരു സാധനം. അയാൾ വന്നിട്ട് നരേന്ദ്രമോദിയോട് പറയാണ്, പത്രസമ്മേളനം നടത്തുമ്പോൾ ഒറ്റ പെണ്ണുങ്ങൾ പത്രസമ്മേളനത്തിൽ ഉണ്ടാവരുത്. ഇതപ്പോൾ ലീഗ് നേതൃത്വം കൊടുക്കുന്ന സ്റ്റേജിന്മേലാണ് പ്രസിഡന്റ് വാരിഷ ടീച്ചർ, സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളെ മെമ്പർ, എത്ര ആള്, ഒറ്റ സ്ത്രീ പാടില്ല. എടോ RSSകാരാ, നിന്റെ നരേന്ദ്രമോദി ഈ താലിബാൻ മന്ത്രിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ മാറ്റി പത്രസമ്മേളനം വിളിപ്പിച്ചു.
ഇനി BJPന്റെ ഒരു ഗതികേട് ഞങ്ങളോട് പറയട്ടെ. ആകെ നരേന്ദ്രമോദിക്കൊരു സുഹൃത്തായിട്ടിപ്പോൾ താലിബാനേ ഉള്ളൂ. അതാ രസം. ചൈന നമ്മളോട് തെറ്റാണ്, പാകിസ്ഥാൻ പണ്ടേ എതിരാണ്, ബർമ്മ നമ്മളോട് തെറ്റാണ്, ശ്രീലങ്ക നമ്മളോട് തെറ്റാണ്, ബംഗ്ലാദേശ് നമ്മളോട് തെറ്റാണ്, ഇപ്പുറത്ത് എന്താണ് നേപ്പാള് നമ്മളോട് തെറ്റാണ്, ഭൂട്ടാൻ നമ്മളോട്. നേപ്പാൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ രാജ്യമാണ്. ആ രാജ്യം കഴിഞ്ഞ ആഴ്ച 100 രൂപേൻ്റെ ഒരു നോട്ടിറക്കി. നോട്ടിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നേപ്പാളിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യൻ്റെ കുറേ സ്ഥലം കിടക്കുന്നു. എല്ലാവരും കയറി തല്ലുകയാണ്. ഈ ചങ്ങായി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കയറി തല്ലുകയാണ്. രാജ്യത്തിനൊരു പുല്ല് വിലയാണ്. നേപ്പാൾ വരെ നമ്മളെ വില വെക്കണില്ല. അപ്പം നമ്മളുടെ നരേന്ദ്രമോദിക്ക് ആകെയുള്ള സുഹൃത്ത് ഈ താടിവാല ഈ ടീമാണ്, ഈ താലിബാനാണ്. എൻ്റെ സഖാവെ, നീ മുസ്ലിങ്ങളെ ഇപ്പോഴും താലിബാൻ എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ആ താലിബാനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഏറ്റവും വലിയ RSSകാരൻ നരേന്ദ്രമോദി കിടന്നുറങ്ങാനുള്ള കോമൺ സെൻസ് എങ്കിലും നീ വിളിക്കുമുണ്ടോ? കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ M ശ്രീയുമായി കരാറുണ്ടാക്കി RSSന്റെ. ആ കരാറിലെ പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്തെന്നറിയോ? കണ്ണൂരിലെ സമാധാനം മാത്രമല്ല, മലപ്പുറത്തെ ഒരു തീവ്രവാദ ഡിസ്ട്രിക്റ്റ് ആക്കാൻ പിണറായി സഹായിക്കണമെന്നാണ്. RSSകാരനായ ശ്രീ എമ്മിന് ഭൂമി വിട്ടുകൊടുത്തു പിണറായി വിജയൻ. ഗവൺമെന്റിന്റെ ഭൂമി, പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, ഈ രാജ്യത്തിന്റെ ഭൂമി ഇല്ലേ? എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രത്യേക ചാർജ് കൊടുത്ത് മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് ആക്കി നിങ്ങൾ മാറ്റി. ഇന്ത്യയിലെ ഈ പറയുന്ന CPM-കാരൻ. എന്നിട്ടോ കണ്ണൂരിലെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അത് സ്വർണ്ണവേട്ട, കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണം, കൊടകര BJPയുടെ പണം പിടിച്ചാൽ അത് ഹലാലായ ഹവാല, മലപ്പുറത്ത് നിന്ന് ഹവാല പിടിച്ചാൽ അത് തീവ്രവാദ ഹവാല. നിങ്ങളാക്കിയതല്ലേ? ഞാൻ ചോദിക്കുന്നത്, മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ, ഇവിടെ മാട്ടൂലിൽ ലൈവ് മാട്ടൂലൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കുട്ടികളെ ജയിപ്പിച്ചാൽ അവർക്ക് അനുമോദനം, അവർക്ക് വലിയ സൗകര്യം. മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ കോപ്പി അടിച്ച് ജയിച്ചോളൂ ഇല്ലേ CPM-കാരാ? ലവ് ജിഹാദ് എന്ന ഒരു ടേം ഇന്ത്യയിലെ ഇസ്ലാമോഫോബിക്കിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ ഈ CPM-കാരാണ്. എത്രമാത്രം വലിയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ മെനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് പോയപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ CPM-ന്റെ ഒരു ജാഥ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നല്ല രസമുള്ള ഒരു മിലിറ്ററി ഗ്രീനാണ് അത് ചുമരിലുള്ളത്. പച്ചക്ക് എത്ര വേർഷൻ ഉണ്ട്. CPM-ന്റെ ജാഥയാണ് കേട്ടോ. അതിലൊരു നേതാവിൻ്റെ ഒരു അറുവഷളൻ ബോഡി ലാംഗ്വേജിൽ അയാൾ ചോദിക്കുകയാണ്, എടോ UDF ഇവിടെ ആരോടോ പച്ചടിച്ചത്? രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? ഇത് പാകിസ്ഥാനാക്കുകയാണോ? കാസർഗോഡ് പോലെ ഒരു സെൻസിറ്റീവ് പ്രദേശത്ത് പോയിട്ട് ഒരു CPM-കാരൻ്റെ ചോദ്യമാണ്. എടോ CPM-കാരാ, കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് നിങ്ങൾ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട്? ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എടോ നീ ഇത് ചൈനയാക്കാണ് റഷ്യാക്കാണ്? എന്താ ചോദിക്കാത്തതെന്നറിയോ? നീ തിന്നുന്ന ചോറല്ല ഞങ്ങൾ തിന്നുന്നത് എന്നതുകൊണ്ടാണ്. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, എൻ്റെ തന്തയല്ല എൻ്റെ തന്താന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വൃത്തികേട് പറയുമ്പോഴുണ്ടല്ലോ. എടോ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കളറ് കാവ്യാണ്. അത് RSSും CPM തമ്മിലുള്ള ബന്ധമാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. പെയിൻ്റ് അടിച്ചിട്ടാണോ? അല്ലെങ്കിൽ പെയിൻറ്റിന് എന്താ കുറവ്? ഇപ്പം ചുമന്ന പെയിൻറ്റ്, എനിക്ക് ചുവപ്പ് കളർ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ആയിട്ട് ചുമന്ന കളറുണ്ട്. കളറല്ലടോ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ മാട്ടൂലൊരു പീടിയെ പോയിട്ട് പറയാണ് ഒരു പച്ച പെയിൻറ്റ് എടുക്കുക പറഞ്ഞാൽ പീഡിയക്കാരൻ നോക്കും ഇവനെ തെച്ചങ്ങായി. കാരണം പച്ചക്ക് 56 വെർഷനിട്ടേ ഉണ്ട് ബർജർ പെയിൻറ്റിൽ. ഇനി അത് ഏഷ്യൻ പെയിൻറ്റിലാണെങ്കിൽ 100 ചില്ലാനുണ്ട്. എത്ര കളറുകളുണ്ട്? എത്ര കളറുണ്ടോ? ഈ കളറുകൾക്കൊക്കെ ഞാൻ കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്ത് സെൻട്രൽ ജയിലിൽ നന്നാക്കി. പിണറായി വിജയനാണ് നന്നാക്കിയത്. നന്നാക്കിയൊക്കെ ഉഷാറാക്കി. ഒരു ദിവസം കുട്ടികൾ മുഴുവൻ ഫോണുണ്ട്. എന്താണ് ഷാജി സാഹിബേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളല്ലേ ഇവിടുത്തെ MLA? അവരെ അതെ. പിന്നെ എന്താ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുഴുവൻ ചോപ്പടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവനാൻ്റെ തറവാടിന് അവനാണ് ഇഷ്ടപ്പെട്ട കളർ അടിക്കണതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതവരുടെ തറവാടല്ലേ? ഞാൻ ചോദിക്കുന്ന വൈകാരികമായി കുട്ടികൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊക്കെ ഒരു തമാശാക്കുക എന്നല്ലാതെ ഈ കളറിനൊക്കെ വർഗീയത കാണിക്കണോ CPM-കാരാ? എന്തൊരു ഇസ്ലാമോഫോബിക്കാണോ നിങ്ങൾ? പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ വിഷജന്തു, തീവ്രവാദി. ഇത് തെരഞ്ഞെടുപ്പ് യോഗമാണ്. ചട്ടലംഘനാവും എന്നാ കേട്ടോ.
ഞാൻ ഡേറ്റ് പറയാം. 2017 ഫെബ്രുവരി 9 SFIയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരെ കണ്ടാൽ തീവ്രവാദിയോ അപകടകാരിയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. M പ്രകാശൻ മാസ്റ്റർ. ഡേറ്റ് 2021 ഏപ്രിൽ 26. സിദ്ദിഖ് കാപ്പൻ വിഷയം. പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു അധ്യാപകൻ മാരകമായി പീഡിപ്പിച്ചു. വിഷയമായി, പോക്സോ കേസായി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആരെന്താ പറയില്ല നിങ്ങൾ, ടീച്ചർ അമ്മ. ടീച്ചർ എന്നതിന്, ഗുരു എന്നതിന് വലിയ അർത്ഥമുണ്ട്. അമ്മയ്ക്ക് അതിലും വിശാലമായ അർത്ഥമുണ്ട്. ഈ രണ്ട് പേരിനും യോഗ്യയല്ല ശൈലജ. ആ ശൈലജ കേസ് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ വസ്തുതാപരമായി പറയണമല്ലോ, CPMന്റെ പ്രോസിക്യൂട്ടർമാർ പക്ഷെ അതിന് കൂട്ടുന്നില്ല. തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ചു. BJP-കാരൻ അറസ്റ്റിലായി. ആ സമയത്ത് CPMന്റെ ഹരീന്ദ്രൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ സ്റ്റേറ്റ്മെന്റ്? പ്രതി ഹിന്ദുവായതുകൊണ്ടാണോ ലീഗുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്? പീഡനത്തിനും ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടോ? പ്രതിക്കും ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടോ? ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ആ പെൺകുഞ്ഞിന്റെ കരച്ചിലിനെ കൂടെ ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ഹരീന്ദ്രന്റെ വാക്ക്, മദ്രസ അധ്യാപകന്മാരുടെ പീഡനത്തെ കുറിച്ച് ലീഗിന് എന്താ പറയും? ലീഗിന് എന്ത് പറയാൻ? മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച ഹലാലായ പീഡന? ഇത് എവിടുത്തെ ന്യായം? എടോ, മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ ആരാടോ കേസ് കൊടുക്കുന്നത്? കുഞ്ഞിന്റെ ഉമ്മയാണ്, ലോക്കൽ കമ്മിറ്റി അല്ല. അവിടെ മതമുണ്ടോ? അവിടെ ഉസ്താദുണ്ടോ? എന്തുമാത്രം വർഗീയതയാണ് CPM-കാരാ നിങ്ങൾ ഈ കാലയളവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മാപ്പിള സഖാക്കളുടെ കാര്യമാണ്. അവരാണെങ്കിൽ കഷ്ടം ന്യായീകരിച്ച് ഒരു സാധു എന്നുള്ള ആത്മഹത്യ ചെയ്തു. എത്ര വെച്ചിട്ടാണ് ന്യായീകരിക്കുക? എത്രയെന്ന് വെച്ചിട്ടാണ് ന്യായീകരിക്കുക? എവിടേക്കാണ് നിങ്ങൾ ഈ നാടിനെ, ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ ഈ മാട്ടൂലിലെ ചില നരമ്പി രോഗികളുടെ ഈ ചൊറി തീർക്കാനുള്ളതല്ല ഈ രാജ്യത്തിലെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും തെരഞ്ഞെടുപ്പും വോട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ചെറിയ കേസാണ്, ചെറിയ കേസാണ്. നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതൊന്നും എവിടെയും നിൽക്കൂല. തലയില്ലാത്ത തെങ്ങുമ്മ കയറിയാന്ന് പണ്ടേ പറഞ്ഞു. തലയൊക്കെ വേറെ എവിടെയാണ്? മേൽപ്പെട്ട് പോയാൽ അവിടെ നിൽക്കൂലേ? എന്തെങ്കിലും ഉണ്ടോ? നാട്ടിലെ ചെറിയ പ്രശ്നം എടുത്തിട്ട് അത് വലുതാക്കിയിട്ടാണോ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയേണ്ടത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്? മനുഷ്യരെ തമ്മിൽ പകുക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത്? ഞാൻ അതല്ലേ പറഞ്ഞത് ആസാമിനെ കുറിച്ച്. തമാശ കളിയാണോ ഇത്? എന്നോട് ചിലരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇതിനെ പറ്റി ഒന്നും ഇപ്പൊ പറയാത്തത്? നിങ്ങൾ പറയണ്ടേ? എന്തു പറയാൻ? മരിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദ നമ്മൾ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിണ്ടാതെ കിടന്ന് നിൽക്കണ്ടേ? കുറ്റം പറയാൻ പാടുണ്ടോ? അതുകൊണ്ടല്ലേ പറയാം. ഞാനിവിടെ വരുമ്പോൾ എന്നോട് ആരോ പറഞ്ഞു, മാട്ടൂളിൽ ഈ സംഭവം ഉണ്ട്. ഇത് ലോകത്ത് എവിടെയാണ് ബാക്കിയുള്ളത്? ഞാൻ അറിയാണ്ട് ചോദിക്കാൻ, ഇത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കേണ്ട സാധനമാണോ? എന്തെല്ലാം സംഭവിക്കണം നിങ്ങൾ അറിയുന്നുണ്ടോ? പിണറായി വിജയൻ ഇരുന്ന് കക്കുകയാണ്. ആ ഒരു വിഷയമല്ലേ? മോദിന്റെ പണിയെടുക്കുകയാണ്. കക്കുകയാണെ തരക്കടില്ല. ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ദൈവത്തിൻ്റെ സ്വത്ത് കക്കാൻ പാടുണ്ടോ? അതിലൊരു മര്യാദ കാണിക്കണ്ടേ? എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ കൂടെ എൻ്റെ യാത്രയിൽ വരെ സുഹൃത്തുക്കൾ സ്വാമിമാരാണ്. അവർ പറയൂ, ഈ ശബരിമലയിൽ പോയാൽ മലയാളികൾ എന്തെങ്കിലും ചെറിയ ഇതൊക്കെയാണ് ഇടുക, കാണിക്കൊക്കെ ചെറുതായിട്ടാണ് ഇടുക. പക്ഷേ ആന്ധ്രയിൽ, കർണാടകയിൽ അവിടെ നിന്നൊക്കെ വരുന്ന സ്വാമിമാർ സ്വർണ്ണമാലയൊക്കെ പൊട്ടിച്ചിട്ടാണ് കാണിക്കിടുക. ആ സാധുക്കൊക്കെ അറിയില്ലല്ലോ ഒരു പെരും കള്ളനാണ്, ഇതൊക്കെ അടിച്ചു മാറ്റി പോകും എന്ന് അവർക്ക് അറിയില്ലല്ലോ. മറ്റ് സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരല്ലേ അവർ കാണുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് എന്തൊരു തോന്നിയാസാണ്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ദൈവം ശബരിമലയിലാണ്, അയ്യപ്പനാണ്. വേറെ ക്ഷേത്രം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാവരും കൂടെ മണ്ഡലകാലമായി ഇങ്ങോട്ട് വരുന്നത്. 41 ദിവസത്തെ വ്രതാണ്. പഞ്ചശുദ്ധി വരുത്തണം എന്നാണ്. പഞ്ചശുദ്ധി വരുത്തണം: ശരീരശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി. ഇതൊക്കെ വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാക്കണം. ഇന്ദ്രിയാണാമഖി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹാരതി പ്രജ്ഞാം വായോർണമവിമാംസെ. ഇന്ദ്രിയത്തൊക്കെ നിയന്ത്രിച്ച് എന്നിട്ട് 18ാമത്തെ പടി കയറുമ്പോൾ ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും അഷ്ടരാഗത്തിൻ്റെയും പ്രതീകമെന്നാണ് ആ പടിക്ക് പറയുന്നത്. മുകളിലെത്തുമ്പോൾ പറയും, അയ്യപ്പൻ പറയും, നിങ്ങളെല്ലാവരും ഇപ്പം അയ്യപ്പന്മാരായി,
നിങ്ങൾ അയ്യപ്പനെ തെരഞ്ഞല്ലേ വന്നത്? മുകളിൽ പടി കയറിയെത്തുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന മുഹൂർത്തത്തെയാണ് അയ്യപ്പൻ്റെ സന്നിധാനം. അയ്യപ്പന് കാട്ടിലാണ് താമസിക്കണത്. അതുകൊണ്ട് പമ്പ വരെ നല്ല റോഡ്, പണ്ട് റോഡേ ഇല്ല, കഷ്ടപ്പാടാണ് അങ്ങോട്ട് പോകാൻ. അന്നാണ് ഞാൻ എൻ്റെ വീട് അയ്യപ്പ ക്ഷേത്രത്തിന് അടുത്താണ്. സുബൈ ബാങ്ക് കഴിഞ്ഞ് നമ്മൾ നിൽക്കരിക്കാൻ നീച്ചാൽ കേൾക്കുക അമ്പലത്തിലെ പാട്ടാണ്. ഏകദേശം എല്ലാ പാട്ടുകളും കാണാതെ അറിയും, എല്ലാ ദിവസവും കേൾക്കും. അതിൽ ഉള്ളൊരു ഇതാണ്, കല്ലും മുള്ളും കാലുക്ക് മെത്തെ, കല്ലും മുള്ളും കാല് മെത്ത പോലെ ആക്കിയിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ വി ഡി സതീശൻ പറയുന്നുണ്ട്, പിണറായി വിജയന് അയ്യപ്പ സംഗമത്തിൽ ആരോ ഇത് എഴുതി കൊടുത്തു, അല്ലാണ്ട് ഇയാൾക്ക് ചൊല്ലിയിട്ട് ശീലമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ പറയാണ് കല്ലും മുള്ളും കാലുമക്കുത്തെ. എന്ത് കാലുമക്കുത്തെ? കാലുക്ക് മെത്ത എന്നാണ്. ഇതറിയില്ല. അപ്പോൾ ഈ അയ്യപ്പൻ കൊടുങ്കാട്ടിലാണ്, കാട്ടിൻ്റെ ഉള്ളിലാണ്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ആർത്തവകാലത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ വരരുത്. അയ്യപ്പൻ്റെ നിഷ്ഠയാണ്. അയ്യപ്പൻ കോപിക്കും, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പോകും. അതാണ് വിശ്വാസം. കൊല്ലങ്ങളായി, പതിറ്റാണ്ടുകളായി ഒരു സമൂഹം കൊണ്ടു നടക്കുന്ന വിശ്വാസം വനിതാ മതിൽ കെട്ടിയിട്ട് തകർക്കാൻ നോക്കി. എനിക്കതിൽ അതിശയമൊന്നുമില്ല. പക്ഷെ ആ വനിതാ മതിലിൽ പർദ്ദയിട്ട പാത്തുമ്മയും എന്താണ് തല ചുറ്റുമറച്ച സുബൈദയൊക്കെ ആ ജാഥയിൽ. ഞാൻ ചോദിക്കണത്, സുബൈദക്ക് എന്താ ശബരിമല കാര്യം? പാത്തുമ്പക്ക് എന്താ ശബരിമല കാര്യം? എല്ലാവർക്കും ഓരോ വിശ്വാസമല്ലേ? ആ വിശ്വാസങ്ങൾ അങ്ങനെയല്ലേ? ഇതാ യശബാങ്ക് കേട്ടല്ലോ. ആരാ ബാങ്ക് കൊടുത്തത്? ഒരാണിന്റെ ശബ്ദം. ലോകത്ത് മുഴുവൻ പോയിട്ടില്ലേ നാട്ടുകാർ? ലോകത്ത് എവിടെങ്കിലും പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്താ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്തോ മൈക്കുന്ന് പുറത്തു വരില്ലേ? സത്യത്തിൽ ആണുങ്ങളെക്കാൾ നല്ല ശബ്ദമല്ലേ പെണ്ണുങ്ങളത്? എന്നിട്ടും എന്തേ ബാങ്ക് കൊടുക്കാത്തത്? അത് വിശ്വാസമാണ്. പെണ്ണുങ്ങൾ കൊടുത്താൽ മൈക്കിൽ വരൂലേ? അത് യുക്തിയാണ്. യുക്തിയും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആർത്തവകാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഖുർആൻ ഓതുവോ? നോമ്പ് നോക്കുവോ? നിസ്കരിക്കുവോ? അത് ഇസ്ലാമിലെ വിശ്വാസമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ശബരിമലയിലെ വിശ്വാസത്തെ ലംഘിക്കാൻ പോവാ? അതിന് പിന്തുണ കൊടുക്കാൻ പോവാ? ഒരു ചുവന്ന കൊടിയും കെട്ടിയിട്ട് വിളിക്കുന്നവർക്കൊക്കെ പോവലല്ല. കോമൺ സെൻസ് വേണം. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുകയാണ്. അത് തിരിച്ചറിയാൻ പറ്റണം. മനുഷ്യനെ തമ്മിൽ തല്ലിച്ചിട്ടല്ല രാഷ്ട്രീയം ഉണ്ടാക്കേണ്ടത്. അവരെ തമ്മിൽ തല്ലിച്ചല്ല വോട്ട് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ 27,000 മനുഷ്യരുടെ പേരിൽ കേസെടുത്തു. ഭക്തന്മാരുടെ പേരിൽ നാമം ജപിച്ചതിന്, ശരണം വിളിച്ചതിന്. ആദരവായി കൊണ്ടു നടക്കുന്ന, അവരെ കൊണ്ടു നടക്കുന്ന ഇരുമുടിക്കെട്ട് റോട്ടിലിട്ട് ചെതറി. എന്തിനു വേണ്ടിയായിരുന്നു? ഹിന്ദുമത വിശ്വാസികൾ വിചാരിക്കുന്നുണ്ട് വെറുതല്ല മക്കളെ കേസൊക്കെ പുറത്തു വന്നത് അയ്യപ്പന്റെ കോപാണ്. മനസ്സിലായിക്കോ? നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി. എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ ആളെ തെല്ലിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ കക്കുക. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു, മകളെ പേരിൽ നോട്ടീസ്, മകൻ്റെ പേരിൽ നോട്ടീസ്, അച്ഛൻ്റെ പേരിൽ നോട്ടീസ്, അമ്മോശൻ്റെ പേര്. ഈ തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന് കേട്ടില്ല നിങ്ങൾ? എന്നാൽ തിരുട്ട് ഫാമിലി എന്ന് കേൾക്കുന്ന ഈ പിണറായി വിജയൻ്റെ കുടുംബമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാണ്, ഗൗരവത്തോടെ ഈ രാഷ്ട്രീയത്തെ കാണണം. ഇത് മാട്ടൂലിലെ കുറച്ചാളുകളുടെ പ്രശ്നമൊന്നുമല്ല. ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തിൻ്റെ പരിരക്ഷയുടെ പ്രശ്നമാണ്. ഈ രാജ്യം എങ്ങനെ പോകണമെന്നതിൻ്റെ ഒരു വിശാല വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഞാനും മാത്രമുള്ള ഇഷ്യൂ അല്ല, മാട്ടൂളിൽ നിൽക്കുന്ന ചെറിയ പ്രശ്നമല്ല. ഞാൻ നിങ്ങളുടെ വോട്ടുകൾ പാഴാക്കി കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ നിങ്ങളുടെ വോട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെയുള്ള അടയാളപ്പെടുത്തലാണ്. എനിക്ക് മാട്ടൂലിലെ പഞ്ചായത്തിലെ ഭരണം ഞാൻ നോക്കിക്കണ്ട ആളാണ്. നിങ്ങളുടെ ലൈവ് മാട്ടൂൽ അടക്കമുള്ള പദ്ധതികൾ ഞാൻ കണ്ട ആളാണ്. ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഫാരിഷ ടീച്ചറുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ നടത്തിയിട്ടുള്ള നസീർക്കൊക്കെ അതിന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ സോഴ്സുകളെയും ഒരു ഗ്രാമത്തിൽ കൊണ്ടുവരിക, അവനവനാകാവുന്നത് പോലെ അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ അഴീക്കോട് വന്നപ്പോൾ അവിടെ ആർദ്രം എന്നുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്.
നമ്മൾ ആരൊക്കെ വെല്ലുവിളിച്ചാലും അത് ചെയ്യുക എന്ന് പറയുന്നത് കാര്യമാണ്. അല്ല പഞ്ചായത്തിൽ നിന്ന് മോളിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ താഴെ അത് മാത്രം നടക്കില്ല. ഈ മാട്ടൂൽ എന്ന പ്രദേശത്തിൻ്റെ സകലമായ റിസോഴ്സുകളും ഒരു ചരടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ വിശാലാർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനാണ് മാട്ടൂലിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത്. അതിനു മുമ്പുള്ള കാലങ്ങളിലും UDF-ൻ്റെ ഒരു വലിയ മുന്നേറ്റം ഞാൻ നിങ്ങളോട് പറയുന്നു. ആ മുന്നേറ്റം നടത്തുമ്പോൾ നേരത്തെ ബഹുമാന്യയായ സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞ പോലെ 12ാം വാർഡിനെ കുറിച്ച് പറഞ്ഞു. 12ഉം 13ഉം 14ഉം അങ്ങനെയൊന്നുമല്ല. മാട്ടൂൽ, ഈ മാട്ടൂലിൻ്റെ എല്ലാ മണൽത്തരികളിലും വികസനത്തിൻ്റെ നാമ്പെത്തിക്കുവാനുള്ള പ്രയാണത്തിനാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. കുത്തിത്തിരിപ്പുകാരെ, ഫിത്തിനക്കാരെ, താൽക്കാലികമായ ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കാവുന്ന ഒട്ടും പ്രൊഡക്റ്റീവല്ലാത്ത ചില ശല്യങ്ങളെ, കൃമികളെ വോട്ടെന്ന മരുന്നടിച്ച് നശിപ്പിച്ച് കളയുക. അതേ മരുന്നുള്ളൂ. ജനാധിപത്യത്തിൽ ഏറ്റവും നല്ല എന്താണ് കീടനാശിനി എന്ന് പറയുന്നത് വോട്ടാണ്. ഈ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കണം എന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.